അങ്ങനെ ബേസിൽ ജോസഫ്, സൗബിൻ, ചെമ്പൻ വിനോദ് ജോസ്, ചാന്ദിനി, ശിവജിത്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്ന പുതിയ ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ്. ഈ പടത്തിൻ്റെ ഡയറക്ടർ ഒരു നവാഗത ഡയറക്ടറാണ്. എന്നിരുന്നാലും അതിൻ്റെ ഒരു പോരായ്മയും തോന്നിക്കാത്ത രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത്. വളരെയേറെ പ്രതീക്ഷ നൽകിയിട്ട് കാണാൻ പോയൊരു സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ്. എന്നിരുന്നാലും ആ പ്രതീക്ഷയ്ക്കൊത്ത ഒരു ഔട്ട്പുട്ട് ആ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പടത്തിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരു ഷാപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന കൊലപാതകം. അത് കണ്ടുപിടിക്കാനായിട്ട് ഇവർ നടത്തുന്ന കുറേ പരിപാടികളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നതാണ് ട്രെയിലർ കണ്ടാൽ. ആ കൊലപാതകം ചെയ്ത ആരാണ്, അഥവാ അതിലേക്ക് നമ്മുടെ കഥാനായകൻ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ഈ സിനിമ കാണിക്കുന്നത്. അപ്പോൾ ഈ പടത്തിലായിട്ട് മെയിനായിട്ടുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കിംഗ് അല്ല, അല്ലെങ്കിൽ ഇതിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം തന്നെയാണ്. പിന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എല്ലാം ചെയ്തിരിക്കുന്ന വിഷ്ണു വിജയ് എന്ന് പറഞ്ഞ ആളാണ്. ഗപ്പി അല്ലെങ്കിൽ നമ്മുടെ അമ്പിളി എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടുകളൊക്കെ ചെയ്ത ആളാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലും നല്ല രീതിയിൽ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് മ്യൂസിക് ഇതിൻ്റെ. പിന്നെ എൻ്റെ DOP കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന ഷൈജു ഖാലിദാണ്. അതിഗംഭീരമായിട്ടുള്ള ഫ്രെയിംസ് കാര്യങ്ങളെല്ലാം ഈ പടത്തിൽ വന്നിട്ടുണ്ട്. കുറേ ക്ലോസപ്പ് ഷോട്ട്സ് ഈ പടങ്ങളിൽ എടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഒരു അരോചകത്വം തോന്നുന്നില്ല എന്നുള്ളൊരു മറ്റൊരു പ്രത്യേകതയാണ് പടത്തിൻ്റെത്. പിന്നെ ഇതിൽ പറയാനുള്ളത് ബാക്കി അഭിനയിച്ചിരിക്കുന്ന എല്ലാവരെയും പെർഫോമൻസ് തന്നെയാണ്. ചാന്ദിനി എന്ന് പറഞ്ഞ നടി കുറേ നാൾക്ക് ശേഷമാണ് ഇതിൽ തിരിച്ചു വരുന്നത്. പിന്നെ മേക്കപ്പ് ഇതിലിട്ടിരിക്കുന്ന കുറച്ച് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അതൊരു പോരായ്മയായിട്ട് തോന്നി. റോണക് സേവ്യറാണ് ഇതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഷൗബിനും പിന്നെ അവൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ചാന്ദിനിക്കും ടോൺ ഡൗൺ നല്ലോണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് മനസ്സിലാവും. എന്നിരുന്നാലും അത്രയ്ക്ക് അരോചകമായി തോന്നിയിട്ടില്ല. പിന്നെ മെയിനായിട്ട് ഇതിൽ എടുത്ത് പറയാനുള്ളത് ഇതിലെ ആൾക്കാരുടെ പെർഫോമൻസ്. ബേസിൽ ജോസഫ് ആണെങ്കിലും സൗബിനൊക്കെ ആണെങ്കിൽ അതിഗംഭീരമായിട്ട് അവരുടെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം തിരിച്ചെത്തുന്ന ചാന്ദിനി ഇതിൽ അതിഗംഭീരമായിട്ടുള്ളൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ള ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ നന്നായിട്ട് ചെയ്തിരിക്കുന്ന ശിവജിത്ത് എന്ന് പറഞ്ഞ ആളുടെ സീൻ വരുമ്പോഴാണ്. അതിൽ ഒരു ഫൈറ്റ് ഉണ്ട് തുടക്കത്തിൽ, ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഫൈറ്റായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് ഈ ത്രില്ലർ പടങ്ങൾ കുറേ കണ്ടു വന്നേക്കുന്നത് കാരണം ഇപ്പോൾ നമുക്കൊരു ത്രില്ലർ പടം കാണുമ്പോൾ അതിലേക്കുള്ളൊരു എക്സൈറ്റിംഗ് എലമെൻ്റായിട്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സ് വന്നില്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കും നന്നായിട്ട് ഫീൽ ചെയ്യില്ല. ആ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന കുറേ ത്രില്ലർ ജനറിൽ വരെ നമുക്കത് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൽ ക്ലൈമാക്സുകളിൽ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലല്ല ഇതിൻ്റെ ക്ലൈമാക്സ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതൊരു വ്യത്യസ്തമായ ഘടകമായിട്ട് ഈ സിനിമയിൽ നിൽക്കുന്നുണ്ട്. അധികം പ്രതീക്ഷ വെക്കാതെ പോയി കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ദിസ് ഈസ് മീ കാർത്തിക് സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ. താങ്ക് യു.